നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പാചകം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൂട്ടുകറി റെസിപ്പിയാണ്. സദ്യയിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു വിഭവമാണ് കൂട്ടുകറി. ചെറിയൊരു മധുരവും എരിവും ഒക്കെ ചേർന്ന് വരുന്ന നല്ലൊരു കറിയാണിത്. പലതരം പച്ചക്കറികൾ കൊണ്ട് നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാം. പിന്നെ ഇതിലേക്ക് കടലപ്പരിപ്പ് ചേർത്തുണ്ടാക്കാം, അതുപോലെ കടല ചേർത്തുണ്ടാക്കാം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന കൂട്ടുകറിയിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കറുത്ത കടലയാണ്. ഇത് 100 ഗ്രാം കടല, അതായത് 1/2 കപ്പ് കടല രാത്രി മുഴുവനും വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. പിന്നെ ഏത്തക്കായ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ഏത്തക്കായാണ്, അതുകൊണ്ടാണ് 3 എണ്ണം എടുത്തിരിക്കുന്നത്. വലിപ്പമുള്ളതാണെങ്കിൽ 2 എണ്ണമൊക്കെ മതിയാവും. ഏകദേശം 300 ഗ്രാം ഏത്തക്കായാണിത്. പിന്നെ ചേന 2 ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്, അത് ഏകദേശം 300 ഗ്രാം ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഇത് 1.5 കപ്പ് തേങ്ങയാണ് ഉള്ളത്. ഇതിൽ നമ്മൾ ഒരു 1/2 കപ്പ് തേങ്ങ ഇതിലേക്ക് അരപ്പിനായിട്ട് എടുക്കും. പിന്നെ ബാക്കി 1 കപ്പ് തേങ്ങ വറുത്തിടാനായിട്ട് നമ്മൾ എടുക്കും. പിന്നെ കുറച്ച് ജീരകം, 1 ടീസ്പൂൺ ജീരകം, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ചേരുവകൾ. നമുക്ക് ആദ്യം കടല വേവിക്കാനായിട്ട് വയ്ക്കാം. ഒരു ചെറിയ പ്രഷർ കുക്കറിലേക്ക് ഈ കടല ഇട്ട് കൊടുക്കാം. കുറച്ച് അളവല്ലേ ഉള്ളൂ, അപ്പോൾ ചെറിയ പ്രഷർ കുക്കറിലാണ് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ഇനി ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കടലയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചെടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഞാൻ കടല വേവിക്കുമ്പോൾ ചെയ്യാറുള്ളത് ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വേവിക്കും. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് വിസിലടിപ്പിക്കാതെ ഒരു 20 മിനിറ്റ് കൂടി ഇത് വേവിക്കും. അപ്പോഴേക്കും കടല പാകത്തിനായിട്ട് നമുക്ക് വെന്ത് കിട്ടും. ഇത് അടുപ്പത്തേക്ക് വയ്ക്കാം. നമുക്ക് ചേനയും കായൊക്കെ അരിഞ്ഞെടുക്കാം. ചെറിയ ക്യൂബ്സ് ആയിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാം. ചേന അരിഞ്ഞതിന് ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം, അല്ലെങ്കിൽ അതിന്റെ കളറൊക്കെ മാറിയിട്ട് അത് കറുത്തു പോകും. കയ്യിൽ കറിയാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തിട്ട് കായ അരിഞ്ഞെടുക്കാം. കായയുടെ തൊണ്ട് കളഞ്ഞെടുക്കാം. എന്നിട്ട് ഈ തൊണ്ട് നമ്മൾ കളയണ്ട കേട്ടോ. ഇത് നമുക്ക് തോരൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പയറിൻ്റെ കൂടെ ഇട്ട് ഉപ്പേരിയിട്ട് വെക്കാനോ ഒക്കെ എടുക്കാവുന്നതാണ്. ഇത് തൊണ്ട് കളഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളത്തിലേക്കോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത വെള്ളത്തിലേക്കോ ഇതിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കായ്ക്കൊക്കെ ഒരു കറുത്ത കളറായി പോകും. എന്നിട്ട് ഇതും നമ്മൾ ചേന അരിഞ്ഞ പോലെ തന്നെ ക്യൂബ്സ് ആക്കി അരിഞ്ഞെടുക്കും. ഇനി നമുക്ക് ഈ ചേനയും കായും വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ചേന പെട്ടെന്ന് വേവുന്ന ടൈപ്പ് ചേനയാണ്. നമ്മൾ ഇപ്പോൾ പറമ്പിൽ നിന്നൊക്കെ ഫ്രഷ് ആയിട്ട് പറിച്ചെടുക്കുന്ന ചേനയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ആദ്യത്തെ 1-2 ദിവസം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ കുറഞ്ഞിട്ട് ചേന വേവാനായിട്ട് കൂടുതൽ സമയം വേണ്ടി വരും. ഇത് ഫ്രഷ് ആയിട്ടുള്ളതാണ്, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മൾ പ്രഷർ കുക്കർ വേവിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു മൺചട്ടിയിലാണ് കായയും ചേനയും വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഈ കൂട്ടുകറിയുടെ കഷ്ണങ്ങളൊന്നും ഒരുപാട് കുഴഞ്ഞു പോകണ്ട, നന്നായിട്ട് വെന്ത് കിട്ടണം. പക്ഷേ കഷ്ണങ്ങൾക്കൊക്കെ അതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാവും വേണം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, 1 കറിവേപ്പില. ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇത് വേവിക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഈ മൺചട്ടിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്ന കാര്യം മറക്കരുത്. ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ. ഈ സമയം നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. 2 വലിയ പിടി തേങ്ങ എടുക്കാം, അതായത് ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങയുള്ളത് നമുക്ക് എടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർക്കാം. ഇത് അരച്ചെടുക്കാം. ഇത് ഒത്തിരി നന്നായിട്ട് അരയണമെന്നില്ല, ചെറിയൊരു തരിതരിപ്പായിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇത് നമുക്ക് സൈഡിലേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മുടെ കടല ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം അതിൽ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇത് വെള്ളമൊക്കെ വെച്ച് പാകത്തിൽ വെന്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങളുടെ സ്ഥിതി എന്താണെന്ന് നോക്കാം.
ഇപ്പോൾ പാകത്തിനായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഈ കഷ്ണങ്ങൾ കറക്റ്റായിട്ട് വെന്തിട്ടില്ലെങ്കിൽ കറി ഒന്ന് ഇരുന്ന് തണുത്ത് കഴിയുമ്പോൾ ഈ കായും ചേനയൊക്കെ കൂടുതൽ കട്ടിയായിട്ട് പോകും. അപ്പോൾ കറക്റ്റായിട്ട് വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഇത് തുറന്നു നോക്കുന്ന സമയത്ത് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ വെള്ളം വറ്റിപ്പോയെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പാകത്തിനായിട്ട് വേവിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് കൂടി വേവിച്ചെടുക്കണം. അപ്പോഴേക്കും ഈ കഷ്ണങ്ങളിലേക്ക് അരപ്പൊക്കെ പിടിച്ചിട്ട് വെള്ളമൊക്കെ കറക്റ്റായിട്ട് വറ്റി പാകത്തിനായിട്ട് വന്നോളും. അപ്പോഴും ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ, പ്രത്യേകിച്ച് മൺചട്ടിയാണെങ്കിൽ. ഇപ്പോൾ ഇതൊരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, വെള്ളമൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂണോളം പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കൊരു സൈഡിലേക്ക് വെക്കാം. ഇനി നമ്മൾ നമ്മുടെ കറിക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കാൻ പോകുന്ന ഒരു സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. അത് നമ്മൾ തേങ്ങ വറുത്തിടാനായിട്ട് പോവാണ്. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കാം. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്തിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച 1 കപ്പ് തേങ്ങ ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ തേങ്ങ ചിരകി എടുക്കുമ്പോൾ കുറച്ച് പൊടിയായിട്ട് ചിരകി എടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ ഗോൾഡൻ കളറായി കിട്ടും. അതുപോലെ ഇത് കുറച്ച് മൂപ്പുള്ള തേങ്ങയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാനായിട്ട് പറ്റും. തേങ്ങയിലെ വെള്ളത്തിൻ്റെ ആവശ്യം ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ കളർ മാറി തുടങ്ങും. അപ്പോൾ നമ്മൾ കൈയെടുക്കാതെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ കൂട്ടുകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. തയ്യാറാക്കാൻ നല്ല എളുപ്പമാണ് അല്ലേ? കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് എല്ലാവരും ഈ കൂട്ടുകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ കമൻസ് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.